മന്ത്രി സജി ചെറിയാന് പൂർണ്ണ പിന്തുണയുമായി പാർട്ടി. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തീരുമാനം. കോടതിയിൽ നിന്നും അന്തിമ വിധി ഉണ്ടായ ശേഷം വേണമെങ്കിൽ രാജി അടക്കമുള്ള മറ്റെന്തെങ്കിലും ആലോചന മതി എന്നാണ് CPMന്റെ തീരുമാനം. കോടതി വിധിയുടെ വിശദാംശങ്ങളും പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തു വരുമ്പോൾ ഉയരുന്നൊരു ചോദ്യമുണ്ട്. പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് അനുകൂലമായതിന്റെ പേരിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്തുകയായിരുന്നോ, അതോ സജി ചെറിയാന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചെത്താൻ അനുകൂലമായൊരു റിപ്പോർട്ട് പോലീസ് തയ്യാറാക്കുകയായിരുന്നോ എന്ന്. ഭരണഘടനയെ അധിക്ഷേപിച്ചു എന്ന കേസിൽ കോടതിയുടെ അന്തിമ വിധി എത്തട്ടെ. പാർട്ടിക്കാരുടെ മൊഴിയും അതിന്റെ വ്യാഖ്യാനവും മാത്രം എഴുതി ചേർത്ത് മന്ത്രിക്ക് പോലീസ് വഴിയൊരുക്കിയെങ്കിൽ അത് അധികാര ദുർവിനിയോഗമാണ്, ജനാധിപത്യത്തിന് നേരെയുള്ള കൊഞ്ഞനം കുത്തലാണ്. അതിന് രാഷ്ട്രീയ മറുപടി പറയേണ്ടത് CPM ആണ്. ആ റിപ്പോർട്ട് എങ്ങനെയുണ്ടായി? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇടത് സഹയാത്രികൻ; ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസിൽ നിന്ന്; അഡ്വക്കേറ്റ് MR അഭിലാഷ്, നിയമവിദഗ്ധൻ; ശ്രീ K സോമൻ, BJPയിൽ നിന്ന്. ശ്രീ BN ഹസ്കർ, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ ഹസ്കർ, ഒരു മന്ത്രി ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ രാജിവെക്കുക, പോലീസ് ആ കേസ് അന്വേഷിക്കുക, അദ്ദേഹം മനഃപൂർവ്വം അവഹേളിച്ചിട്ടില്ലാതൊരു റിപ്പോർട്ട് കൊടുക്കുക, അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരിക, അതിനുശേഷം തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പരാതി എത്തുക, അതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി അതിൽ തുടരന്വേഷണം വേണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക, ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിക്കണം, ഇന്റഗ്രിറ്റിയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണം, എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഈ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കുന്നു എന്നായിരുന്നല്ലോ അന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ആ ധാർമ്മികത ഇപ്പോൾ വേണ്ടതില്ല എന്നുണ്ടോ? നാളെ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിധിയൊക്കെ വരാനിരിക്കുകയല്ലേ. ജനാധിപത്യം എന്നൊന്നുണ്ട്. ജനാധിപത്യം, മതനിരപേക്ഷത, പിന്നെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഒക്കെ നമ്മുടെ സമൂഹത്തിനും ബാധകമാണ് അല്ലെ? രാഷ്ട്രീയത്തിൽ നേര്, നെറി, ഒരു നിമിഷം, രാഷ്ട്രീയത്തിൽ നേര്, നെറി, ധാർമ്മികത, അങ്ങനെ പലതുമുണ്ട് എന്നൊക്കെ ചിലർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ല മാധു, ഇതിൽ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് ഇതിൽ നിയമപരവും രാഷ്ട്രീയവുമായിട്ടുള്ള ധാർമ്മികതയുടെ പ്രശ്നം. നിയമപരമായിട്ടുള്ള ധാർമ്മികതയാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത്. ഒരു ഭരണഘടനയെ അവഹേളിച്ചു എന്ന് പറഞ്ഞ് പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് പ്രകാരം സെക്ഷൻ 2 പ്രകാരം എടുക്കപ്പെട്ടിട്ടുള്ള ഒരു കേസിൽ അതിൻ്റെ അന്വേഷണം കീഴ്പ്പായൂർ പോലീസ് നടത്തുകയും അന്വേഷണ റിപ്പോർട്ട് കോടതി മുമ്പാകെ ഹാജരാക്കുകയും ആ അന്വേഷണ റിപ്പോർട്ട് റഫർ റിപ്പോർട്ടായി കോടതി ഹാജരാക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്കാരന് ലഭിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പരാതിക്കാരൻ്റെ ഏറ്റവും വലിയ പരാതിയായി അദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. ആ നിയമപരമായ പ്രശ്നമാണ് ഏറ്റവും പരമപ്രധാനമായി പരിശോധിക്കപ്പെടേണ്ടത്. 156(3) CRPC പ്രകാരം മജിസ്ട്രേറ്റ് നൽകിയിട്ട ഡയറക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് കീഴ്വായ്പൂർ പോലീസ് ഇത്തരമൊരു കേസെടുത്തിട്ടുള്ളത്. ആ കേസിൽ ഒരു റഫർ റിപ്പോർട്ട് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പരാതിക്കാരനെ സംബന്ധിച്ചിടത്തോളം അതിൽ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. അത്തരത്തിൽ അദ്ദേഹം ഒരു ക്രിമിനൽ MB ഫയൽ ചെയ്തിരുന്നു. ആ ക്രിമിനൽ MB 15/5/2023 അത് കോടതി നിരാകരിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ചെയ്യാനുള്ള നിയമപരമായ വഴി എന്ന് പറയുന്നത് ജില്ലാ കോടതി റിവിഷൻ കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതിനു പകരം അദ്ദേഹം ചെയ്തത് റിട്ട് പെറ്റീഷൻ ക്രിമിനലായിട്ട് ഹൈക്കോടതി മുമ്പാകെ ആർട്ടിക്കിൾ 226 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഹൈക്കോടതി മുമ്പാകെ കൊടുക്കുകയും ഹൈക്കോടതി അതിനെ സംബന്ധിച്ച് സമഗ്രമായി കേൾക്കുകയും റിട്ട് ജൂറിസ്ഡിക്ഷൻ 226 പ്രകാരം നിൽക്കില്ലെന്ന ബോധ്യം ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നിട്ട് കൂടിയും അതിനുശേഷം 227 ആർട്ടിക്കിൾ പ്രകാരം ഹൈക്കോടതിക്ക് കേരളത്തിലെ മറ്റ് എല്ലാ കോടതികളിലുമുള്ള സവിശേഷ അധികാരം ഉപയോഗിച്ച്, സൂപ്രണ്ടിങ് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതി ഇത്തരമൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതൊരു നിയമപ്രശ്നം തന്നെയാണ്. ആ നിയമപ്രശ്നത്തിന് പരിഹാരം കാണുക എന്നുള്ളതാണ് പരമപ്രധാനമായി ചെയ്യേണ്ടിയിരുന്നത്. ഹൈക്കോടതിക്ക് ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പൗരനുമുള്ള ഒരു അവകാശമുണ്ട്, സാമാന്യ നീതി അല്ലെങ്കിൽ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഒരു ഹർജി ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെടുമ്പോൾ ആ ഹർജിയിൽ എതിർ കക്ഷി ചേർക്കാതിരിക്കുക എന്നുള്ള നിയമപരമായ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ സജി ചെറിയാനെ ഈ ഹർജിയിൽ കക്ഷി ചേർത്തിട്ടില്ല എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഹൈക്കോടതി കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് അസാമാന്യ നീതിയുടെ ലംഘനം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് നിയമവഴികൾ തുറന്നു കിട്ടുന്നതിനുള്ള അവസരമുണ്ട്. അവിടെയാണ് നിയമപരമായ ധാർമ്മികത സജി ചെറിയാൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നത്. അതാണ് ഒരു വശത്തുള്ളത്. രണ്ട്, ഇപ്പോൾ ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ടിൽ
ഏറ്റവും പരമപ്രധാനമായി സെക്ഷൻ 2 പറഞ്ഞു വച്ചിരിക്കുന്നത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഡിസ്അപ്രോപ്രിയേഷൻ അല്ലെങ്കിൽ ഭരണഘടനയെ വിമർശിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയുടെ അമെൻമെൻറ്റ് നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിമർശനം നടത്തുന്നതിന് ഒരു തരത്തിലും കുറ്റകൃത്യമായി കോടതി കാണുന്നില്ല. ഇവിടെ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രസംഗം എന്ന് പറയുന്നത് അതൊരു സ്വകാര്യ ചടങ്ങാണ്. ഞാൻ ആ വാക്ക് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കാരണം സ്വകാര്യ ചടങ്ങ് എന്ന് പറയുന്നത് CPM പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു യോഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെ സംബന്ധിച്ച് അതൊരു സ്വകാര്യ ചടങ്ങായി മാത്രമേ നിയമത്തിലോ അല്ലെങ്കിൽ ഏതൊരു തരത്തിലോ പരിശോധിക്കാൻ കഴിയും. അത്തരമൊരു സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം എന്ന് പറയുന്നത് സെക്ഷൻ 2 പ്രിവെൻഷൻ ഓഫ് നാഷണൽ ഓണേഴ്സ് ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ടിൻ്റെ ഒഫൻസിൻ്റെ പരിധിയിൽ വരികയേയില്ല. കാര്യം പബ്ലിക് പ്ലേസിലായിരിക്കണം, അല്ലെങ്കിൽ പബ്ലിക്കിന് അത് കേൾക്കുന്നതിനുള്ള അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ അല്ലാതിരിക്കുന്നിടത്തോളം കാലം അത് നിയമപരമായി കുറ്റകൃത്യമായില്ല. അത് പരിശോധിക്കപ്പെടേണ്ടത് ഒരു കോടതിയാണ്. കോടതി അത് വീണ്ടും പരിശോധിച്ചിട്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം ഇതിൽ ഉദിക്കുന്നതെന്ന് പറയുന്നത് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള വാദമുഖങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകളെ സംബന്ധിച്ചിട്ടുണ്ട്. കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഓണാട്ടുകരക്കാരനാണ്. ഓണാട്ടുകരയുടെ ഭാഷാപ്രയോഗങ്ങൾ നമുക്കറിയാം. മലയാള ഭാഷയിൽ ഓരോ പ്രാദേശിക ഭാഷാപ്രയോഗങ്ങൾ പലയിടത്തും ഉള്ളതുപോലെ ഓണാട്ടുകരയ്ക്ക് സ്വന്തവും സ്വതന്ത്രവും സ്വത്വബോധവുമുള്ള ഭാഷാപ്രയോഗങ്ങളുണ്ട്. അല്ല, അത് നമുക്ക് അത് ശബ്ദധാരാവലിയിലുള്ള വാക്കാണ്. അതിലെ അർത്ഥം ശബ്ദധാരാവലിയിൽ പറയുന്നു. ഇപ്പോൾ കുന്തവും കുടച്ചക്രവും എന്ന് പറയുന്നത് ഓണാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴായി അവർ ഉപയോഗിക്കുന്ന ഭാഷാപ്രയോഗമാണ്. അത് ഏത് അർത്ഥത്തിലോ ഏത് കണ്ടക്സിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇപ്പോൾ കുന്തം എന്ന് പറയുന്നത് മൂർച്ചയേറിയ ആയുധം എന്ന അർത്ഥത്തിൽ അതിനെ പോസിറ്റീവായി നമുക്കെടുക്കാം. പോസിറ്റീവായി അതിനെ ചിന്തിച്ചാൽ, അല്ലെങ്കിൽ കുടച്ചക്രം എന്ന് പറയുന്നത് പഴയ കാലത്ത് ഓലക്കുടകൾക്ക് മെയ്യുന്നതിന് മുമ്പുള്ള മുകളിലത്തെ ചക്രതയാണ് കുടച്ചക്രം എന്ന് പറയുന്നത്. ഒരു പക്ഷേ മഴ നനയാതിരിക്കുക എന്ന അർത്ഥത്തിൽ ഭാഷാപ്രയോഗങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അപ്പോൾ ഓലക്കുടയുടെ മുകളിലുള്ള സാധനത്തെയും കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ പരാമർശമുണ്ടോ? പ്രിയാമ്പിളിൽ പരാമർശമുണ്ടോ? അങ്ങ് അഭിഭാഷകൻ കൂടിയല്ലേ? അല്ല, അങ്ങനെയല്ല. അത് ഒരു പക്ഷേ അത് നമുക്ക് വ്യാഖ്യാനിക്കുമ്പോൾ അത്തരത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. കാര്യം കുന്തം എന്ന് പറയുന്നത് ഭരണഘടനയുടെ പ്രിയാമ്പിൾ മൂർച്ചയേറിയ ആയുധം എന്ന അർത്ഥത്തിൽ അദ്ദേഹം പോസിറ്റീവായിട്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലെ ആ പ്രിയാമ്പിളിലുള്ള ഓരോ വാക്കുകളും മൂർച്ചയുള്ളതാണ് എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു എന്നും മനുഷ്യനെ അല്ലെങ്കിൽ ഭരണഘടന ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കുടച്ചക്രം പോലെ നിൽക്കുന്നു എന്ന അർത്ഥത്തിലുമാണെന്ന് അദ്ദേഹം ഒരു വ്യാഖ്യാനം നടത്തിയാൽ ആ വ്യാഖ്യാനത്തെ വിശ്വസിക്കാതിരിക്കാൻ നമുക്കാവില്ല. അത് പോസിറ്റീവായി കാണുന്നതിന് പകരം നെഗറ്റീവായി അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ റബ്ബിഷ് എന്ന ഇംഗ്ലീഷ് ഭരണഘടനയിൽ അതൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഭരണഘടനയിലുള്ള ചില വാക്കുകളെ ഇങ്ങനെ വ്യാഖ്യാനിക്കാം എന്നല്ല. ഞാനതിന്റെ പദാനുപദം വായിക്കാൻ തയ്യാറാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞു തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പിലാക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം, കൊടച്ചക്രം എന്നിങ്ങനെയൊക്കെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മൂർച്ചയേറിയ ആയുധവും ഓലക്കുടയുടെ മുകളിലുള്ള കുടച്ചക്രവും എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? മധു, അതിന് മറ്റൊരു അർത്ഥം ഇപ്പൊ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ ക്ലാസ് ഡിഫറൻസിനെ സംബന്ധിച്ച് ഇന്ത്യൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഭരണഘടന ഉപയോഗിക്കപ്പെടുന്നത് പരമോന്നത കോടതികളിലാണ്. വ്യാഖ്യാനിക്കാൻ തയ്യാറായിട്ടാണ് ഇന്നതൊക്കെയാണ്. പക്ഷെ അതൊരു പോസിറ്റീവായി അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ആയി അതിനെ കാണാൻ കഴിയില്ല എന്ന് ഈ പറയുന്ന ഉത്തരവിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ള വെച്ചാൽ കുന്തവും കുടച്ചക്രവും അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ അത് ഉദാത്തമായി നമ്മുടെ ഭരണഘടന നമ്മളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയാനുള്ള, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഉപമയായി അവിടെ നിൽക്കട്ടെ. വരും കാലം അങ്ങനെ വായിച്ചു മനസ്സിലാക്കട്ടെ. പക്ഷേ 12ാമത്തെ പേജിൽ, ഈ വിധിയുടെ 12ാമത്തെ പേജിൽ കൃത്യമായി എഴുതി വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് 2 വശം കണക്കാക്കേണ്ടത് പോലുമില്ല. എന്തിനെക്കുറിച്ച്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ജനങ്ങളെ കൊള്ളയടിക്കാനായി ഉള്ള പറ്റിയ ഭരണഘടനയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ചർച്ചയുടെ തന്നെ ആവശ്യമില്ല. അതിന് 2 വശം കാണേണ്ട ആവശ്യം പോലുമില്ല എന്ന് എഴുതി വെച്ചിട്ടില്ലേ? അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും അങ്ങ്?
അല്ല, അതിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 17ാമത്തെ പാരഗ്രാഫിൽ ഈ വിഷയത്തെക്കുറിച്ച് ജഡ്ജ്മെന്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതിലൊരു രണ്ടാമതൊരു അഭിപ്രായം പറയേണ്ടതില്ല. അതൊരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു സിംഗിൾ ബെഞ്ച് ജഡ്ജിന്റെ വീക്ഷണകോണുകളിൽ നിന്ന് മാത്രം അതിനെ കണ്ടാൽ മതി. 2, ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതിദാനം ചെയ്യുന്നത് വർക്കിംഗ് ക്ലാസ് പീപ്പിളുകളെ, സാധാരണ തൊഴിലാളി വർഗത്തെ പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ സഖാവ് സജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന ഉപയോഗിക്കപ്പെടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളായി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വരേണ്യ വർഗ്ഗക്കാർക്ക് മാത്രം പ്രാപ്യമായിട്ടുള്ളതിൻ്റെ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയും വിമർശനമായി കരുതാം. എക്സ്പ്ലനേഷനിൽ ഇപ്പോൾ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ടിന്റെ എക്സ്പ്ലനേഷൻ ഡിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന വാക്ക് വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ തലങ്ങളെ പറ്റി വിശദീകരിക്കാനോ വിളിച്ചുകൂട്ടിയ ഒരു യോഗമോ ഒരു ചർച്ചയോ അതല്ല അന്ന് അവിടെ നടന്നത് എന്നുള്ളത്. സ്വകാര്യ ചടങ്ങെന്നൊക്കെ അങ്ങ് വിശദീകരിച്ചോളൂ. രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനം അല്ലെങ്കിൽ പരിപാടികൾ എന്ന് പറയുന്നത് സ്വകാര്യ ചടങ്ങുകളുടെ പരിധിയിൽ വരുന്നതല്ല എന്ന് എനിക്കും അങ്ങേക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വകാര്യ ചടങ്ങെന്നൊക്കെ അങ്ങ് വിശദീകരിച്ചോളൂ. പക്ഷേ ഈ പറയുന്ന ഭരണഘടനയുടെ സാധ്യതകളെക്കുറിച്ചോ ഭരണഘടന ഇന്ത്യൻ സമൂഹത്തിനെ എങ്ങനെ ഈ കുടച്ചക്രം വെച്ച് സംരക്ഷിക്കുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു ചർച്ചയോ ഒരു ഡിബേറ്റോ ഒന്നുമല്ലാത്ത ഒരു സ്ഥിതിക്ക്, അതവിടെ പറയുന്നത് ഒരു ചോദ്യത്തിന് മറുപടി പോലും അല്ലാത്ത സ്ഥിതിക്ക് അങ്ങനെ പറയേണ്ടതില്ല, അങ്ങനെ പറയേണ്ട സാഹചര്യമില്ല, അത് റെസ്പെക്ട്ഫുൾ ആണെന്ന് ധരിക്കേണ്ടതില്ല എന്ന് കോടതി തന്നെ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് വ്യാഖ്യാനിക്കാൻ, എന്തും വ്യാഖ്യാനിക്കാൻ, ഏതു തലത്തിൽ പോയിട്ടും വ്യാഖ്യാനിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് നൽകുന്നതും കുന്തവും കുടച്ചക്രവും അല്ല കേട്ടോ, ജനാധിപത്യമാണ് എന്നത് ഞാനൊന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. ഡോക്ടർ ജിൻഡോ ജോൺ, എനിക്ക് അതിനേക്കാൾ പ്രധാനമായി ഇന്ന് തോന്നുന്നത് ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടും കോടതി വിധിയുടെ പൂർണ്ണ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ഭരണഘടനയെ പറ്റി ബഹുമാനമില്ലാതെ സംസാരിച്ചു എന്ന കേസിൽ അന്വേഷണം നേരിടുകയായിരുന്നു സംസ്ഥാനത്തെ മന്ത്രിയായിരുന്ന ഒരാൾ. അദ്ദേഹം അതിന്റെ പേരിൽ രാജിവെച്ച് മാറി നിൽക്കുന്നു. അന്ന് ധാർമ്മികതയുണ്ടായിരുന്നു അത്രേ. പക്ഷേ ഇതാ നോക്കൂ, ഈ റിപ്പോർട്ട്, ഈ പോലീസിന്റെ റിപ്പോർട്ട് എങ്ങനെയാണ് ഉണ്ടായത്? ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ വരുന്നത്. എന്റെ ചോദ്യം ഇത് മാത്രമാണ്, ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി തിരികെ വരികയായിരുന്നോ? മന്ത്രി സ്ഥാനത്തേക്ക് സജി ചെറിയാൻ തിരികെ വരാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്ത് അതിനനുഗുണമായൊരു റിപ്പോർട്ട് ഉണ്ടാകുകയായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ജനാധിപത്യം അല്ലെ, നാളെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുകയാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അവനവന്റെ ഇഷ്ടത്തിന്, അവനവന്റെ തോന്നിയാസത്തിന്, അവനവന്റെ അധികാര ആസക്തിക്ക് നിരക്കുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു സംഗതിയായി മാറിയിട്ടുണ്ടോ? മാധുവിന് അതിലൊരു സംശയമുണ്ടല്ലോ. ഞാൻ വരാം അങ്ങയിലേക്ക്. അല്ല, അന്വേഷണ സമയത്ത് അദ്ദേഹം മന്ത്രിയല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ അന്വേഷണ റിപ്പോർട്ട് ഇങ്ങനെ ഉണ്ടായത്. അതിനു വേണ്ടിയിട്ടാണോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാൻ കഴിയുന്നത്. ഡോക്ടർ ജിൻഡോ ജോൺ തുടരൂ. അല്ല, എനിക്ക് ഭാസ്കർ പറഞ്ഞ ആ വാചകം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എടുക്കുകയാണ്. കാരണം അദ്ദേഹം മന്ത്രി അല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് തിടുക്കപ്പെട്ട് പോലീസ് ഒരു അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്നു. ഫോറൻസിക് റിപ്പോർട്ടിന് വെയിറ്റ് ചെയ്യാതെ, CCTVയും അതുപോലെയുള്ള വീഡിയോ ദൃശ്യങ്ങളും വേണ്ടത്ര അവഗാഹത്തോടെ പരിശോധിക്കാതെ, സഖാക്കന്മാരൊഴിച്ച് മറ്റാരുടെയും മൊഴിയെടുക്കാതെ തിടുക്കപ്പെട്ട് തയ്യാറാക്കി ക്ലീൻ ചീറ്റ് കൊടുത്തത് മന്ത്രി അല്ലാഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്തേക്ക് തിരികെ വരാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറാക്കി കൊടുത്ത ഒരു റിപ്പോർട്ടാണ്. അത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന ഒരു കോടതി റിപ്പോർട്ടിന്റെ പേരിൽ അദ്ദേഹത്തിനെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. ഒരു നാണവും ഉളുപ്പുമില്ലാതെ ഇതേ സജി ചെറിയാൻ ഭരണഘടനയോടുള്ള കൂറും വിശ്വാസതയും പുലർത്തുമെന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഭാസ്കർ ചോദിച്ച ഒരു കാര്യമുണ്ട്, സിംഗിൾ ജഡ്ജ്, അതായത് സിംഗിൾ ബെഞ്ച് ജഡ്ജിന്റെ വീക്ഷണകോണിൽ നിന്ന് കണ്ടാൽ മതി ഈ വിധിയെന്ന്. അപ്പോൾ അതിന്റെ കീഴ്ക്കോടതിയുടെ വിധിയും നമ്മൾ ആ രീതിയിൽ കണ്ടാൽ പോരെ ഭാസ്കറെ? അപ്പം നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഒരു നിയമ സംവിധാനം വെച്ച്, ഞാനൊരു നിയമ വിദ്യാർത്ഥിയൊന്നുമല്ല, എൻ്റെ സാമാന്യ ബോധത്തിൽ മനസ്സിലാക്കുന്നത് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ മേൽക്കോടതിയുടെ റിപ്പോർട്ടല്ലേ നമ്മുടെ ഫൈനൽ തീരുമാനമായിട്ട് നമ്മൾ എടുക്കുക, അംഗീകരിക്കുക, നിയമപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് അംഗീകരിക്കുക. അപ്പോൾ ഈ മല്ലപ്പള്ളിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണോ ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടാണോ കൂടുതൽ നമ്മൾ എടുക്കേണ്ടത്? ഏതിനാ കൂടുതൽ വെയിറ്റേജ്? അത് സിംഗിൾ ജഡ്ജിയുടെ മറ്റേ വീക്ഷണകോണിൽ മാത്രം കണ്ടാൽ മതിയോ? താങ്കളൊരു വക്കീൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഇതിനപ്പുറത്ത്
ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധിയിൽ വന്നിരിക്കുന്നത് എന്താ, ഇന്റഗ്രിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ്. അതിന്റെ അർത്ഥം മുൻപ് ഈ വിഷയം അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥന് ആ ഇന്റഗ്രിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല. അദ്ദേഹത്തിന്റെ കൂറ് ഇന്ത്യൻ ഭരണഘടനയോടെയല്ല, ഇവിടുത്തെ നിയമ സംവിധാനങ്ങളോടല്ല, ഈ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനോടും അദ്ദേഹത്തിന്റെ പാർട്ടിയോടും അതിനപ്പുറത്ത് ഭരണഘടനയെ അധിക്ഷേപിച്ച സജി ചെറിയാനോടുമാണ്. ഇവർ പറയുന്നത് എന്താ, സക്രിയമായിട്ടുള്ള ഒരു വിമർശനമാണ്. ആ വിമർശനം ഭരണഘടനയെ വിമർശിക്കാൻ ആർക്കും പറ്റുമെന്ന. ഞാൻ പദാനുപദം ഹസ്കർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതിനപ്പുറത്ത് ഒരു കഥയും പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് സജി ചെറിയാന്റെ ഭാഗം കോടതി കേട്ടില്ല എന്ന്, അദ്ദേഹത്തെ കക്ഷി ചേർത്തില്ല എന്ന്. കോടതി പറയോ വാ സജി ചെറിയ കക്ഷി ചേരൂ എന്ന് പറഞ്ഞ് കോടതി ക്ഷണിക്കണോ? ഇത് കല്യാണമൊന്നല്ലല്ലോ ക്ഷണിച്ചു വരുത്താൻ. സജി ചെറിയാൻ എന്തുകൊണ്ടാണ് കക്ഷി ചേരാതിരുന്നത്? ഈ അദ്ദേഹത്തിന് അനുകൂലമായി കിട്ടിയ ഒരു അപ്പീലിന്റെ അതിന് മേൽ അപ്പീൽ കൊടുക്കാൻ പോയ ആ പരാതിക്കാരന്റെ ഒപ്പം അദ്ദേഹം എന്തുകൊണ്ടാണ് കക്ഷി ചേരാതിരുന്നത്? അദ്ദേഹത്തിന് അറിയാം പണി കിട്ടുമെന്ന്, അദ്ദേഹം കക്ഷി ചേർന്നില്ല. ഇത് നേരത്തെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽപ്പെട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെയാ, വീണ വിജയനെ കേട്ടില്ല എന്ന്. നിങ്ങൾ പോയി മറുപടി പറയാതെ നിങ്ങളെ കേട്ടില്ല എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇനി അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞ നിയമപരമായ ധാർമ്മികത, അത് സജി ചെറിയാനാണ് കൂടുതൽ അർഹതപ്പെട്ടതെന്ന്. ഏത് നിയമപരമായ ധാർമ്മികതയെ കുറിച്ചിട്ടാണ് ഹസ്കർ പറയുന്നത്? നിങ്ങൾ അധിക്ഷേപിച്ച, നിങ്ങൾ വീണ്ടും വീണ്ടും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ ഭരണഘടന ഉറപ്പ് നൽകുന്ന നിയമപരമായിട്ടുള്ള ധാർമ്മികതയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ഈ ഭരണഘടനയിലെ മതേതരത്വവും ഈ ഭരണഘടനയിലെ ജനാധിപത്യവും ആണ് കുന്തവും കുടച്ചക്രവും എന്ന് സജി ചെറിയാൻ പറയുന്നത്. അതിൽ എന്ത് സക്രിയമായിട്ടുള്ള ഒരു വിമർശനമാണ് താങ്കൾ പറഞ്ഞത്? അമെൻമെന്റിന്റെ സമയത്ത് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഭരണഘടനയിലെ പോരായ്മകൾ ചർച്ച ചെയ്യാമെന്ന്. ഏത് അമെൻമെന്റ് ബില്ലിനെ കുറിച്ചിട്ടാണ് സജി ചെറിയാൻ ചർച്ച നടത്തിയത്? പാർലമെന്റിനകത്തോ നിയമസഭയ്ക്കകത്തോ അമെൻമെന്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണോ സജി ചെറിയാന്റെ അഭിപ്രായം പറഞ്ഞത്? ബ്രിട്ടീഷുകാരൻ പറഞ്ഞത് കേട്ട് ഈ രാജ്യത്തെ ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ ഭരണഘടന എന്ന് താങ്കൾ പറയുന്നു. അത് ഹസ്കറിനെ പോലുള്ള നിയമ വിദഗ്ധരും കൂടി പറയുന്നു. നിങ്ങളുടെയൊക്കെ നിയമ പാണ്ഡിത്യത്തിന്റെ മുമ്പിൽ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടി പോവുകയാണ്. നിങ്ങൾ പറയുന്നത് സജി ചെറിയാന്റെ സക്രിയമായ വിമർശനം, അത് അങ്ങനെ തന്നെ എടുക്ക്. എന്താ അതിന്റെ ഒരു പരിഹാരം? ഇങ്ങനെയാണോ ഭരണഘടനയെ വിമർശിക്കുന്നത്? നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന പ്രതിനിധികൾ പറഞ്ഞത് അംബേദ്കർ പോലും ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ട്. അംബേദ്കർ പറഞ്ഞത് ഇതിലെ മതേതരത്വവും ജനാധിപത്യവും കുന്തവും കുടച്ചക്രമാണ്, ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഭരണഘടന ഉണ്ടാക്കി വെച്ചത് എന്നാണ് അംബേദ്കർ പറഞ്ഞത്. അല്ല, അംബേദ്കറുടെ വിശാലമായിട്ടുള്ള അംബേദ്കറുടെ കാഴ്ചപ്പാടിൽ നിയമപരമായിട്ടുള്ള അഗാധമായ പാണ്ഡിത്യത്തിൽ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയെ വിലയിരുത്തിയതുപോലെ നിങ്ങൾ സജി ചെറിയാനെ നിങ്ങൾ കമ്പയർ ചെയ്യാൻ പാടില്ല. അതിനപ്പുറത്ത് താങ്കൾ പറഞ്ഞത് ഇതൊരു സ്വകാര്യ ചടങ്ങായിരുന്നു. ഇത് സജി ചെറിയാന്റെ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തതല്ല. ഇത് സോഷ്യൽ മീഡിയയിലൂടെ ലൈവായിട്ട് മനുഷ്യർ മുഴുവൻ കണ്ടു, ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇത് ചർച്ച ചെയ്തു. അത് മാത്രമല്ല പരിശോധനയ്ക്ക് അയച്ചിരുന്നു. അതിന്റെ ഫലം വരും മുമ്പേ ഒരു അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. അതിന്റെ ഫലം എന്തായി എന്ന് പോലും കോടതി ചോദിക്കാതെ ആ റിപ്പോർട്ട് അംഗീകരിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. അല്ല, എൻ്റെ പൊന്നു മാധു ഇതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യം. നിങ്ങളൊരു സീനിയർ മാധ്യമ പ്രവർത്തകയല്ലേ? കേരളത്തിന്റെ പൊതുമനസാക്ഷി കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിൽ തിരുവനന്തപുരം നഗരത്ത് KSRTC ബസ്സിന് വട്ടം കാറിട്ടിട്ട് ആ ഡ്രൈവറെ കയറി ചീത്ത വിളിച്ച് അവിടെ നിന്ന് വേണ്ടത്ര പണികളൊക്കെ ചെയ്ത് അവിടുത്തെ പെൻഡ്രൈവ് ഉൾപ്പെടെ കട്ടുകൊണ്ടുപോയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം പെൻഡ്രൈവ് കട്ടർ ആരാന്ന് കണ്ടെത്താൻ കേരളത്തിലെ പോലീസിന് ശേഷിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരു മേയറും അവരുടെ ഭർത്താവുമായിട്ട് എനിക്കതിൽ നിലപാട് പറയാൻ പറ്റില്ല. അത് അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങയുടെ ഉത്തമ ബോധത്തിൽ നിന്ന് പറയുന്നതായിരിക്കും. ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം കേരള പോലീസിന് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ അത്രത്തോളം സംരക്ഷണം കൊടുക്കുന്ന സംവിധാനത്തിന്റെ കയ്യിലാണ് പെൻഡ്രൈവ് ഇരിക്കുന്നത്. ഏതായാലും പാവപ്പെട്ട 200 രൂപയ്ക്ക് വണ്ടി ഓടിക്കാൻ പോകുന്ന യദുവിന് വേണ്ടിയിട്ട് ആ സംരക്ഷണം ഒരുക്കാൻ കേരളത്തിൽ ആരും ഉണ്ടാകില്ല. സ്വാഭാവികമായിട്ടും സംരക്ഷണം കിട്ടിയത് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായിട്ടുള്ള MLA-ക്കുമായിരിക്കും. അത് അവിടെ നിൽക്കട്ടെ, അത് വേറൊരു വിഷയമാണല്ലോ. ഇനി അതിനപ്പുറത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളും ലൈവായിട്ട് മാതൃഭൂമി ചാനലിൽ ഉൾപ്പെടെ കണ്ടതല്ലേ KSU പ്രവർത്തകരെ ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തലയടിച്ചു പൊട്ടിക്കുന്നത്? എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് കേരളത്തിലെ പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ലേ? ഇതൊക്കെ ഇവിടെ നടക്കുന്നേ, അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. MM മണി നാട്ടിലെ ആളുകളെ പച്ചത്തെറി വിളിച്ചാൽ അത് നാട്ടുഭാഷ എന്ന് പിണറായി വിജയൻ പറയും. ഈ MP ജയരാജനെ പോലുള്ള ആളുകൾ വിധി പറയുന്ന ജഡ്ജിമാരെ ശുംഭൻ എന്ന് പറഞ്ഞാൽ അത് ശോഭിക്കുന്നവനാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇവർ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ പണ്ഡിതന്മാരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് വ്യാഖ്യാനിച്ച് വഷളന്മാരാകും. എന്നിട്ട് ഒളിവിൽ പോയി മാപ്പ് പറയും. ഓണാട്ടുകാര ഭാഷയാണത്രേ. ഓണാട്ടുകാര ഭാഷ പറയുന്ന വേറെ ആരുമില്ല ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത്. ഒരു സജി ചെറിയാൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന ഇതുപോലെ ആക്ഷേപിച്ചിട്ട് ഞാൻ പറയുന്നത് ഇദ്ദേഹത്തിന് ധാർമ്മികതയുടെ പേര് രാജിവെക്കാനൊന്നും പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം യാതൊരു ധാർമ്മികതയും ഇല്ല. അദ്ദേഹം അന്ന് ആദ്യത്തെ പ്രാവശ്യം രാജിവെച്ചപ്പോൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ പ്രാവശ്യം രാജിവെച്ചത് ഞാനൊരു മന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണത്തെ സ്വാധീനിക്കുമെന്ന് പൊതു സംസാരമുണ്ടാകും, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. ഇപ്പൊ അദ്ദേഹം ഇരിക്കുന്നത് എവിടെയാ? സെക്രട്ടേറിയറ്റിലെ പ്യൂൺ തസ്തികയിലാണോ? ഇപ്പോഴും അദ്ദേഹം മന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ഇതിനെ അന്വേഷണത്തെ പോലീസ് സ്വാധീനിക്കില്ലേ? ശരി, ഞാൻ ഇടപെടുകയാണ്. ശ്രീ MR അഭിലാഷ്, ഭരണഘടനയെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെയും ഉത്തമമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്.
അവിടെയാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുന്നത് ഭരണഘടന തൊട്ട് അധികാരത്തിലേറിയ ഒരു മന്ത്രിയുടെ ഭാഗത്തു നിന്ന്. അതിന്റെ പേരിൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ രാജിവെക്കേണ്ടതായ ധാർമ്മികമായ ഒരു പ്രശ്നമുണ്ടെന്ന് ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നു. ശരി, പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ആരോപിക്കാം രാഷ്ട്രീയമായി തയ്യാറാക്കിയതാണ് എന്നുള്ളതടക്കം. അത് അങ്ങനെ ഒരു ആരോപണം മുന്നോട്ട് വെക്കുന്നു. പക്ഷെ അതവിടെ നിൽക്കട്ടെ. പക്ഷെ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കിട്ടുന്നതിന്റെ പേരിൽ അദ്ദേഹം തിരികെ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്നു. അതങ്ങനെ തന്നെ കോടതി ഇപ്പോൾ റദ്ദു ചെയ്യുകയാണ്. തുടരന്വേഷണം വേണമെന്ന് പറയുകയാണ്. ഈ ധാർമ്മികതാ പ്രശ്നത്തിന് രണ്ട് തരം തലങ്ങളുണ്ടോ? ഒരിക്കൽ ബാധകമാവുകയും പിന്നീട് ബാധകമാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? മധു, ഏത് സാഹചര്യത്തിലാണോ അദ്ദേഹത്തിൻ്റെ രാജി അനിവാര്യമായി വന്നത്, ആ ധാർമ്മികത ചൂണ്ടിക്കാട്ടി അദ്ദേഹം അധികാരത്തിൽ നിന്ന് മാറി നിന്നത്, അതേ സാഹചര്യം തന്നെ ഒരു ജുഡീഷ്യൽ സർട്ടിഫിക്കറ്റോടുകൂടി ജുഡീഷ്യൽ റിവ്യൂ അധികാരമുള്ള കേരളത്തിൻ്റെ ഭരണഘടനാ കോടതിയുടെ ഒരു പ്രഖ്യാപനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രഥമ ദൃഷ്ടിയ അവിടെ ഒഫൻസ് നടന്നിട്ടുണ്ട് എന്നും ഭരണഘടനയ്ക്ക് അവമതിപ്പുളവാക്കി എന്നതിനെക്കുറിച്ചൊരു ചർച്ച പോലും ആവശ്യമില്ല എന്നും പരാമർശിക്കുന്ന ഒരു വിധിന്യായത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇവിടെ കുറ്റാരോപിതനായി നിൽക്കുന്ന മന്ത്രി ശ്രീ സജി ചെറിയാൻ അധികാരത്തിൽ നിന്നും വീണ്ടും മാറി നിൽക്കണമോ എന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യം ഒരു ആരോപണം മാത്രമായിരുന്നു. മാജിസ്ട്രേറ്റ് കേസെടുക്കാൻ ഒരു ഡയറക്ഷൻ കൊടുക്കുകയും അങ്ങനെ കേസെടുത്ത് ഒരു സമ്പൂർണ്ണമല്ലാത്ത ഒരു അന്വേഷണം നടത്തി ഒരു വെള്ളപൂശൽ അന്വേഷണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ആ ഉത്തരവ് വായിക്കുമ്പോൾ തന്നെ അറിയാം. പാർട്ടി സമ്മേളനത്തിൽ പരിപാടി കേട്ടുകൊണ്ടിരുന്ന ആൾക്കാരോട് ചോദിക്കുകയാണ്, അവമതിപ്പുണ്ടാക്കിയോ? ഈ നിയമത്തിനെക്കുറിച്ചോ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചോ ഒക്കെ അറിയാവുന്നവരായിരുന്നുവെങ്കിൽ ഒരിക്കലും അത്തരത്തിൽ അവമതിപ്പുണ്ടാക്കിയില്ല എന്നൊരു മറുപടി തരില്ലായിരുന്നു. അവിടെ നിന്ന മാധ്യമപ്രവർത്തകർ, അതായത് മറ്റ് ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള വ്യക്തികൾ അങ്ങനെയുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിയിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും അവരുടെ ഒന്നും തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാതെ, അവരോടൊന്നും തന്നെ ചോദിക്കാതെ ഇത്തരത്തിൽ ഒഫൻസ് ഇല്ല എന്ന രീതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അന്ന് വരെ അതൊരു ആരോപണമായിട്ട് നിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു മാജിസ്ട്രേറ്റിൻ്റെ ഡയറക്ഷൻ്റെ പ്രകാരം മാത്രം കേസെടുത്തു നിന്ന സാഹചര്യത്തിൽ അന്ന് അദ്ദേഹം അധികാരത്തിലേക്ക് തിരിച്ചു വരുവാൻ വൈകി. കാരണം ഈ ക്ലോഷർ റിപ്പോർട്ട് കൊടുക്കുന്നത് വരെ അദ്ദേഹം അധികാരത്തിൽ നിന്നും മാറി നിന്നു. അങ്ങനെ എടുത്ത കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഥമ ദൃഷ്ടിയ കേസുണ്ടെന്നും ഈ നടത്തിയ പരാമർശങ്ങൾ ഭരണഘടനയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നതാണ് എന്നും വളരെ വ്യക്തമായിട്ട് പരാമർശിച്ച ഉത്തരവിലാണ് പുനരന്വേഷണം നടത്തുവാനും ശാസ്ത്രീയമായ മാർഗങ്ങൾ അവലംബിച്ച് തന്നെ അന്വേഷണം പൂർത്തീകരിക്കുവാനും ഇപ്പോൾ പോലീസിൻ്റെ കരങ്ങളാൽ നടക്കുന്ന അന്വേഷണം സ്വതന്ത്രമാവില്ല എന്ന് കോടതിക്ക് ഒരു പരിധിവരെ ബോധ്യമുള്ളത് കൊണ്ടാണ് അത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും എന്ന് മാത്രമല്ല DGPയുടെ സൂപ്പർവിഷനിലായിരിക്കണം ആ അന്വേഷണം പോകേണ്ടത് എന്നുമൊക്കെ നിഷ്കർഷിക്കുമ്പോൾ ഒഫൻസ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഭരണഘടനയെ അവമതിച്ചിട്ടില്ല എന്നൊക്കെ ഈ വൈകിയ വേളയിൽ പറയുന്നത് തികച്ചും ബാലിശമാണ്. ഏത് കാരണത്താലാണോ അദ്ദേഹം മാറിയത് അത് ഇപ്പോൾ ഒരു ജുഡീഷ്യൽ സ്റ്റാമ്പോട് കൂടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സ്റ്റാമ്പോട് കൂടിയാണ് വീണ്ടും വരുന്നത്. സജി ചെറിയാനെ കേട്ടില്ല എന്ന ഒരു കാര്യം അദ്ദേഹം അടക്കവും CPM-ഉം മൊത്തത്തിൽ പറയുന്നത്. അദ്ദേഹത്തെ കേട്ടില്ല. അപ്പോൾ കേൾക്കാത്തത് കൊണ്ട് തന്നെ സ്വാഭാവിക നീതിയുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. അവിടെയാണ് മധു, വളരെ ഗൗരവകരമായ വിഷയമാണ് ഇന്ന് ബഹുമാനപ്പെട്ട നിയമമന്ത്രിയും ഉന്നയിച്ചിരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് ശ്രീ ഹസ്കർ മാത്രമല്ല, അതിനു മുമ്പ് നിയമമന്ത്രിയും ഇത് ഉന്നയിച്ചിരുന്നു. നിയമമന്ത്രി ഒരു വിഷയം ഉന്നയിക്കുക എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ നിയമ മന്ത്രാലയത്തെ നയിക്കുന്ന ക്യാപ്റ്റനാണ് അത്തരമൊരു വലിയ ഗൗരവകരമായിട്ടുള്ള കാര്യം ഉന്നയിക്കുന്നത്. അതെല്ലാം ശരി തന്നെ. പക്ഷേ നിർഭാഗ്യവശാൽ 1999 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. ഭഗവാൻ സമർത്ഥ ശ്രീപാദ കേസിൽ സുപ്രീം കോടതി ആശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ പറയുന്നുണ്ട്, CRPCയുടെ 173(8) വകുപ്പ് പ്രകാരം പുനരന്വേഷണത്തിന് ഉത്തരവ് പാസാക്കുന്ന മാജിസ്ട്രേറ്റ് കുറ്റാരോപിതനെ കേൾക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെ കൊടുത്ത ഒരു ഹർജിയിൽ മാജിസ്ട്രേറ്റ് എടുത്ത തീരുമാനത്തിനെ ഒരു റിട്ട് ഹർജി വഴി ചോദ്യം ചെയ്ത് ഹൈക്കോടതി അത് പരിഗണിച്ചപ്പോഴാണ് ഈ കുറ്റാരോപിതനെ കേട്ടില്ല എന്ന് പറയുമ്പോൾ മാജിസ്ട്രേറ്റ് പോലും അദ്ദേഹത്തിനെ കേൾക്കേണ്ടതായിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനയുടെ 141 വകുപ്പ് പ്രകാരം സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും മാനദണ്ഡമാണ്. ദേ ആർ ബൈൻഡിങ് ഓൺ ദം. അതിൽ നിന്നൊരു സ്റ്റെപ്പ് പോലും മുൻപോട്ടോ പുറകോട്ടോ പോകുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല
സുപ്രീം കോടതിയുടെ ഒബ്സർവേഷൻസും കാഷ്വൽ ഒബ്സർവേഷൻസും എല്ലാം തന്നെ ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം നിയമമായി എല്ലാ കോടതികളെയും അവരുടെ അധികാരത്തെ പരിമിതപ്പെടുത്തുകയും വ്യാപ്തമാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു. ശ്രീ എം ആർ അഭിലാഷ്, ഇതൊക്കെ പരിഗണിച്ചു മുൻകാല വിധികളുടെ കാര്യത്തിലും നിയമോപദേശം തേടിയതിനു ശേഷം മാത്രം പ്രതികരിക്കേണ്ട ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് സംസ്ഥാനത്തെ നിയമമന്ത്രി എന്നിരിക്കെ കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് വീണ്ടും മലയാളത്തിലാക്കുന്നതിനകത്ത് സമയ ചില ഉണ്ടാകുമല്ലോ. അങ്ങേക്ക് കേൾക്കാമോ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയാണ്, ജസ്റ്റിസ് KT തോമസ് എഴുതിയ ജഡ്ജ്മെന്റ് ആണ്, വളരെ പണ്ഡിത യുക്തിയോടുകൂടി എഴുതിയ ജഡ്ജ്മെന്റ് ആണ്. 173(8) ഒന്നുമില്ല ടു സജസ്റ്റ് ദാറ്റ് കോടതി കുറ്റാരോപിതനെ കേൾക്കണം, ഫർദർ എൻക്വയറി, വീണ്ടും അന്വേഷണം തുടരാൻ ഒരു നിർദ്ദേശം കൊടുക്കുന്നതിന് മുമ്പ് കുറ്റാരോപിതനെ കേൾക്കണമെന്ന് ഒരിടത്തും 173(8) എന്ന് പറയുന്ന വകുപ്പിൽ പറയുന്നില്ല. അങ്ങനെ കാസ്റ്റിംഗ് എനി സച്ച് ഒബ്ലിഗേഷൻ ഓൺ ദി കോർട്ട്, കോടതിയിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വം അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഓരോ കുറ്റാരോപിതനെയും അല്ലെങ്കിൽ കുറ്റാരോപിതനാകാൻ സാധ്യതയുള്ള വ്യക്തിയെയും കേട്ടിട്ട് മാത്രമേ കോടതിക്ക് അന്വേഷണം മുമ്പോട്ട് പോകണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ചൊരു ഉത്തരവ് പാസ്സാക്കാൻ കഴിയൂ. അപ്പോൾ നിയമം അങ്ങനെ വ്യക്തമായി പ്രഖ്യാപിക്കാത്ത അല്ലെങ്കിൽ ആവശ്യമാക്കാത്ത ഒരു കാര്യം കോടതിയുടെ ഉത്തരവ് വഴി സാധ്യമാക്കേണ്ടതായിട്ടില്ല. മജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. അപ്പോ ഈ 173 കേൾക്കാൻ കഴിയുന്നുണ്ടോ ഉത്തരവാദിത്വം അവിടെ സജി ചെറിയാനെയോ അതുപോലെ തന്നെ ആരൊക്കെ കുറ്റാരോപിതരാകാൻ പോകുന്നു അവരെ ഒന്നും തന്നെ കേൾക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം ഇല്ല. ശരി, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല. അത് പരിഹരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം ഒരു സാങ്കേതികവും നിയമപരമായ കാര്യം പറഞ്ഞു വന്നതുകൊണ്ടാണ് ഇടപെടേണ്ടതില്ല എന്ന് വിചാരിക്കുകയും ചെയ്തത്. പ്രൊഡ്യൂസർ അത് ശരിയാക്കണം കേട്ടോ. ശ്രീ K. സോമൻ, എങ്ങനെയാണ് ഇങ്ങനെ ഒരു അന്വേഷണ റിപ്പോർട്ട് ഉണ്ടാകുന്നത് എന്നതൊരു ചോദ്യമാണ്. ഒരു മന്ത്രി ഭരണഘടനയെ അധിക്ഷേപിച്ചു എന്ന കാര്യത്തിൽ അന്വേഷണം നേരിടുന്നു, അദ്ദേഹം മാറി നിൽക്കുന്നു. അന്തിമവിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതിനു ശേഷമാണ് സ്വാഭാവികമായി അദ്ദേഹം തിരികെ വരേണ്ടത്. പക്ഷേ പോലീസ് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. പോലീസിന് CCTV ദൃശ്യങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വേണ്ട, പോലീസിന് നാട് മുഴുവൻ കണ്ട ഫേസ്ബുക്ക് ലൈവുമായി ബന്ധപ്പെട്ട പരിശോധന വേണ്ട, പെൻഡ്രൈവിൽ കിട്ടിയ വിഷ്വൽസിന്റെ ഫോറൻസിക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ട് വേണ്ട, പോലീസിന് മാധ്യമപ്രവർത്തകരുടെ മൊഴി വേണ്ട, പോലീസിന് പരാതിക്കാരുടെ മൊഴി വേണ്ട. പോലീസിന് ആകെ വേണ്ടത് നേരത്തെ സ്വകാര്യ ചടങ്ങെന്ന് വിശേഷിപ്പിച്ച രീതിയിൽ ഒരു പാർട്ടി കുടുംബത്തിനകത്ത് നിൽക്കുന്ന, അങ്ങനെയാണല്ലോ സ്വകാര്യ ചടങ്ങുണ്ടാകുന്നത്. ഒരു പാർട്ടി പരിപാടി പാർട്ടി കുടുംബത്തിനകത്ത് നടക്കുമ്പോഴാണല്ലോ സ്വകാര്യ ചടങ്ങാവുന്നത്. അങ്ങനെ പാർട്ടി കുടുംബത്തിനകത്ത് കുടുംബാംഗങ്ങളുടെ എല്ലാം മാത്രം കേൾവിയും അവരുടെ വ്യാഖ്യാനവും കേട്ട് തയ്യാറാക്കുന്ന ഒരു റിപ്പോർട്ട് പോലീസ് കൊണ്ടുപോയി സമർപ്പിക്കുന്നു. കോടതി അത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു, ശരി എന്ന് പറയുന്നു. സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്തേക്ക് വരുന്ന റിപ്പോർട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പോലീസിന്, ആഭ്യന്തര വകുപ്പിന് വേണമെങ്കിൽ തന്നിഷ്ടത്തിന് അധികാര ദുർവിനിയോഗത്തിനനുസരിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്ത് ആരെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരികെ കൊണ്ടുവരാം എന്നതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ശ്രീമതി മാധു, ഇതില് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കെതിരായി നടത്തിയിട്ടുള്ള വിധി പ്രസ്താവം, അത് സംസ്ഥാന സർക്കാരിനെ ഏറ്റിട്ടുള്ള ഒരു വലിയ പ്രഹരം കൂടിയാണ്. ഇന്ന് വയനാടുമായി ബന്ധപ്പെട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സവിശേഷമായിട്ടുള്ള പരാമർശമുണ്ടായിരിക്കുന്നു. വയനാടിന് കേന്ദ്രം കൊടുക്കേണ്ട സഹായം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് ഹർത്താൽ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പരാമർശമുണ്ടായിരിക്കുന്നു. ഇത് രണ്ട് പരാമർശങ്ങളും സംസ്ഥാന സർക്കാരിനേറ്റ പ്രഹരമാണ്, ഇവിടുത്തെ മുന്നണി രാഷ്ട്രീയത്തിനേറ്റ പ്രഹരമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബഹുമാനനായ അസ്കർ അവസാനം പറഞ്ഞത് അന്വേഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ മന്ത്രി ആയിരുന്നില്ല എന്നാണ്. മന്ത്രിയാവാത്ത സജി ചെറിയാൻ എതിരായിട്ട് ഒരന്വേഷണം നടത്തിയ സന്ദർഭത്തിൽ ആ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന റിപ്പോർട്ട് മന്ത്രി അല്ലാതിരുന്ന കാലഘട്ടത്തിൽ സജി ചെറിയാൻ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് പോലീസ് കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദർഭത്തിൽ ഇന്നലത്തെ ഹൈക്കോടതി വിധിയുടെ പരാമർശത്തിൻ്റെ പിൻബലത്തിൽ സജി ചെറിയാൻ മാറി നിന്നുകൊണ്ട് ക്രൈംബ്രാഞ്ചിൻ്റെ ഉന്നതതല അന്വേഷണം നേരിടണം
എന്ന് BJP ആവശ്യപ്പെടുന്നത് ബഹുമാന്യനായ ശ്രീ അസ്കർ പറഞ്ഞ് അവസാനിപ്പിച്ച പരാമർശത്തെ തുടർന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അധികാരമില്ലാതിരുന്ന സജി ചെറിയാൻ അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് സമ്പാദിക്കാൻ പാകത്തിന് ശക്തനാണെങ്കിൽ അധികാരത്തിൽ ഇരിക്കുന്ന സജി ചെറിയാനെതിരായിട്ട് ക്രൈംബ്രാഞ്ചിന്റെ ഏത് സത്യസന്ധനായ ഉന്നതനായ ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയാലും അതിൽ സ്വാധീനമുണ്ടാവും, അതിൽ സമ്മർദ്ദമുണ്ടാവും, അതിൽ അധികാരത്തിന്റെ അപ്രമാദിത്വം ഉണ്ടാവും. അതുകൊണ്ട് സജി ചെറിയാൻ രാജിവെച്ച് മാറി നിൽക്കണം. 1. 2, ബഹുമാനനായ അസ്കർ പറഞ്ഞതുപോലെ ഇതൊരു സ്വകാര്യ ചടങ്ങല്ല. മല്ലപ്പള്ളിയിലെ CPMന്റെ ഏരിയ സെക്രട്ടറി, ഏരിയ കമ്മിറ്റി പ്രതിമാസം നടത്തുന്ന ചില പ്രഭാഷണ പരമ്പരയുണ്ടായിരുന്നു. അതേപോലെയുള്ള ഒരു പ്രഭാഷണ പരമ്പര ഇത് നടക്കുന്നതിന് മുമ്പത്തെ മാസവും അതിന് മുമ്പത്തെ മാസവും എല്ലാം തന്നെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കുന്ന വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ഫേസ്ബുക്ക് ലൈവോട് കൂടിയിട്ടുള്ള പരിപാടികൾ CPMന്റെ മല്ലപ്പള്ളി ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കാറുണ്ട്. ആ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച ഒരു പ്രഭാഷണ പരമ്പരയിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട സജി ചെറിയാൻ പങ്കെടുത്തത്, കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പങ്കെടുത്തത്. അത് ഫേസ്ബുക്ക് ലൈവിലുണ്ടായിരുന്നു, മല്ലപ്പള്ളിയിലെ CPMന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടായിരുന്നു. അത് ജൂലൈ മാസം 3-ാം തീയതിയും 4-ാം തീയതിയും വരെ ഉണ്ടായിരുന്നു. ഈ വിഷയം ദിശ മാറി പോകുകയും ഇത് നിയമവിരുദ്ധമാണെന്നും ഇത് ഭരണഘടനയെ അപമാനിക്കുന്ന തരത്തിലാണെന്നും ചർച്ച വരികയും പോലീസിന്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാകുകയും ഗവർണർ ഇടപെടുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാണ് മല്ലപ്പള്ളിയിലെ CPMന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് അത് മാറിയത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇതില് ഇവിടെ സൂചിപ്പിച്ചു ബഹുമാനായ ശ്രീ അഭിഭാഷകൻ ശ്രീ അഭിലാഷ് അടക്കമുള്ള MR അഭിലാഷ് അടക്കം അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇവിടെ സൂചിപ്പിച്ചു. എനിക്ക് ചോദിക്കാനുള്ളത്, അസ്കർ ഇതിനെ വല്ലാണ്ട് ന്യായീകരിക്കുകയാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ട് ന്യായീകരിക്കണം. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി വളരെ ഉന്നതമായിട്ടുള്ള ഭരണഘടനാ മൂല്യങ്ങളെ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്, വളരെ സ്വാത്വികനാണ്, വളരെ ലളിത ജീവിതം നയിക്കുന്ന ആളാണ്, സാംസ്കാരിക സമ്പന്നനാണ്, നിഷ്കളങ്കനാണ്, ഗ്രാമീണ ഭാഷ ഉപയോഗിക്കുന്ന ആളാണ്. ഇതൊക്കെ ബഹുമാനനായ അസ്കറെ അങ്ങ് പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഇത് സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു കാര്യമാണോ? ഇപ്പോഴും അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഈ സജി ചെറിയാന്റെ പരാമർശങ്ങൾ ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ടാണ്, ആദരിച്ചുകൊണ്ടാണ്, അംഗീകരിച്ചുകൊണ്ടാണ് എന്ന് മജിസ്ട്രേറ്റ് കോടതി മന്ത്രിക്ക് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിക്കുന്നു. സിംഗിൾ ബെഞ്ച് തുടരന്വേഷണം പ്രഖ്യാപിക്കുന്നു. നാളെ അത് ഡിവിഷൻ ബെഞ്ചിലേക്ക് വരുമ്പോൾ വീണ്ടും വിപരീതമായ ഒരു ഫലം ഉണ്ടാകുന്നു. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അതിന് വിപരീതമായ ഒരു വിധി ഉണ്ടാകുന്നു. അങ്ങനെ കോടതി ഓരോ മേൽക്കോടതിയിലേക്ക് പോകുന്തോറും വരുന്ന വിധിക്ക് അനുസരിച്ച് ഒരാൾ രാജിവെക്കട്ടെ, പിന്നെ തിരിച്ചു വരട്ടെ, വീണ്ടും രാജിവെക്കട്ടെ എന്ന നിലപാടെടുക്കാൻ കഴിയുമോ എന്നാണ് CPM ചോദിക്കുന്നത്. ശ്രീമതി മാധു, ഇത് ധാർമ്മികത സീസണലാണോ? വർഷകാലത്തും ഉഷ്ണകാലത്തും മാറ്റം വരുന്നത് പോലെ, കാലാവസ്ഥാ വ്യതിയാനം വരുന്നത് പോലെ ധാർമ്മികത എന്നത് സീസണലാണോ? ധാർമ്മികതയ്ക്ക് കാലദൈർഘ്യമുണ്ടോ? വ്യതിയാനം, പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളെ പോലെ ഈ ധാർമ്മികതയെ നമുക്ക് മാറ്റത്തിന്റെ മറവിൽ നിർത്താനായിട്ട് സാധിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, ഈ അന്വേഷണ സംഘം ആ വേദിയിലുണ്ടായിരുന്ന റാന്നി MLA ബഹുമാനപ്പെട്ട ശ്രീ പ്രമോദ് നാരായണന്റെ മൊഴി എടുത്തിട്ടുണ്ടോ? തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MLA ആണല്ലോ ശ്രീമദ് പ്രമോദ് നാരായണൻ, റാന്നിയിലെ MLAക്ക് ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായമെന്ന് പോലീസ് അഭിപ്രായം തേടിയിട്ടുണ്ടോ? തിരുവല്ലയിലെ MLA ശ്രീമാൻ മാത്യു ടി തോമസ് ഇതേ അഭിപ്രായക്കാരനാണോ? ഈ ഭരണഘടന തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതാണ്, ഇത് കുന്തവും കുടച്ചക്രവുമാണ്, ഇതിന്റെ സൈഡിൽ മതേതരത്വം, ജനാധിപത്യം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് എന്ന് പരിഹാസത്തോടെ പറയുന്നതിനോട് യോജിപ്പുള്ളവരാണോ ഈ രണ്ട് ജനപ്രതിനിധികൾ? ഈ രണ്ട് MLAമാരുടെ മൊഴി എന്താണ്? അവരുടെ വെളിപ്പെടുത്തൽ എന്താണ്? ഇത് CPMന്റെ സ്വാധീനത്തിൽ, സർക്കാരിന്റെ സ്വാധീനത്തിൽ, ആഭ്യന്തര വകുപ്പിന്റെ സ്വാധീനത്തിൽ പോലീസ് വഴിപ്പെടുകയും മന്ത്രിയെ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ടിയ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് പറഞ്ഞു അന്വേഷണം നടക്കുന്ന സമയത്ത് സജി ചെറിയാൻ മന്ത്രി ആയിരുന്നില്ലല്ലോ എന്ന്. മന്ത്രിയാകാതെ ഇരുന്ന സജി ചെറിയാൻ അനുകൂലമായ തരത്തിൽ പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ആരോപണം. അപ്പൊ മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാനെതിരെ പോലീസ് എന്ത് റിപ്പോർട്ട് സമർപ്പിക്കും? അത് സത്യസന്ധമായിരിക്കും എന്ന് വിശ്വസിക്കേണ്ട എന്ത് ബാധ്യതയാണ് പൊതുസമൂഹത്തിനുള്ളത്? ഒരിക്കൽ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഇതിൽ അന്യായമായ ഹേസ്റ്റ് ഉണ്ട് എന്ന് കോടതി പറഞ്ഞു. ഈ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ വരുന്നതിന് മുൻപ്, അന്തിമ റിപ്പോർട്ട് വരുന്നതിന് മുൻപ്, ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിലടക്കം അതിലൊരു ഹേസ്റ്റ് ഉണ്ട് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു.
ഇതിൽ ആരുടെയും മറ്റാരുടെയും മൊഴിയെടുത്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ നടന്ന നാട്ടിൽ ഇനി അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ, അല്ലെ മന്ത്രിയല്ല എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്, മന്ത്രിയായിരിക്കുമ്പോൾ വളരെ സുതാര്യമായി സത്യസന്ധമായി മേന്മ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഇന്റഗ്രിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്വേഷണം നടക്കുമെന്ന് വിശ്വസിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് എന്താണ്? അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ. മധു, ഇതിലെ ആദ്യഘട്ടത്തിൽ കീഴ്വായ്പൂർ പോലീസ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ 39 സാക്ഷികളെ കണ്ടു ചോദിക്കുകയും മൊഴിയെടുക്കുകയുണ്ടായി. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യത്തിലെ സംബന്ധിച്ച് സാക്ഷികൾ എന്ന് പറയുന്നത് ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കണ്ടവരും കേട്ടവരുമായിട്ടുള്ള ആളുകളുടെ മൊഴികളാണ് പോലീസ്, അവരെയാണ് വിറ്റ്നസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കാണാത്തവരെയോ കേൾക്കാത്തവരെയോ സാക്ഷിപ്പട്ടികയിൽ ഉൾപ്പെടുത്തി പോലീസിന് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാനാവില്ല. അപ്പോൾ അത്തരത്തിൽ കണ്ടവരും കേട്ടവരുമായിട്ടുള്ള, അതുകൊണ്ടാണ് 34 പേരോളം CPIM-ന്റെ ആ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ആളുകളെ മാത്രമാണ് 34 പേര്. 5ഓളം പരാതികളുടെ കൂടി കണ്ടവർക്കും കേട്ടവർക്കും പരാതിയില്ലെങ്കിലോ അഡ്വക്കേറ്റ് ബീൻ ഹസ്കർ അങ്ങ് അഭിഭാഷകൻ കൂടിയല്ലേ? നമ്മുടെ നാട്ടിൽ ഗ്യാങ് റേപ്പ് നടക്കാറുണ്ട്, മോബ് ലിഞ്ചിങ് നടത്താറുണ്ട്. ഇവർക്കാർക്കും പരാതിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പോൾ അങ്ങനല്ല മാധു, നമുക്ക് പരാതിയുണ്ട്. ഇപ്പോൾ ഒരു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് എനിക്കൊരു കേൾക്കുന്ന നിമിഷം എനിക്ക് പരാതിയുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കേസിലെ സാക്ഷിയാവണമെന്നില്ല. മറിച്ച് ആ കുറ്റകൃത്യത്തിലെ സംബന്ധിച്ച് കണ്ടവരും കേട്ടവരുമാണ് അതിലെ സാക്ഷികൾ. ഞാൻ അറിഞ്ഞു എന്നുള്ളത് കൊണ്ട് വളരെ ദൂരെ നടന്ന ഒരു കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് എനിക്ക് സാക്ഷിയാവണമെന്ന് വാശി പിടിക്കുന്നതുകൊണ്ട് കാര്യമില്ല. 1. 2, പോലീസ് നടത്തിയിട്ടുള്ളത് പ്രാഥമിക പരിശോധനയിൽ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സെക്ഷൻ 2 നിലനിൽക്കില്ല എന്നതിൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റഫർ റിപ്പോർട്ട് കൊടുക്കുന്നത്. ആ റഫർ റിപ്പോർട്ട് ഇപ്പോൾ ഒരു സത്യസന്ധനും ഇൻറ്റഗ്രിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറയുമ്പോൾ അവിടെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് കോടതി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. മാത്രമല്ല ഇത് പരിഗണിച്ചത് അഡ്വക്കേറ്റ് ബൈജു നോയൽ. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ വിധിച്ചാൽ മാത്രമാണ് മന്ത്രിസ്ഥാനത്ത് നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമോ മാറി നിൽക്കണമെന്ന നിയമപരമായ ബാധ്യതയുള്ളത്. ധാർമ്മികത ഊന്നിക്കൊണ്ടായിരുന്നല്ലോ അന്നത്തെ രാജി ധാർമ്മികത ഊന്നിക്കൊണ്ടായിരുന്നല്ലോ. അതിപ്പോൾ എവിടെ പോയെന്നുള്ളതാണ്. ഞാൻ അങ്ങയിലേക്ക് തന്നെ വരാം കേട്ടോ. ഞാനൊരു ഇടവേള എടുക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ശ്രീ ബീൻ ഹസ്കറിലേക്ക് തന്നെ വരാം, അതേ ചോദ്യങ്ങളുമായി. ഇടവേള. ശ്രീ ബീൻ ഹസ്കർ, കേട്ടവർക്ക് പരാതിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഭരണഘടനയോട് വലിയ കൂറും വിശ്വസ്തതയും ഒന്നും കേട്ടവർക്കുമില്ലെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനല്ല, പരാതിയെ സംബന്ധിച്ചല്ല ഇതിൻ്റെ പ്രശ്നമുള്ളത്. ഇപ്പോൾ സജി ചെറിയാൻ ഈ ഭരണഘടനയോട് ഏതെങ്കിലും തരത്തിൽ അനാദരവ് കാട്ടിയിട്ടുണ്ട് ആ വാക്കുകളിലൂടെ എന്നുള്ളതാണല്ലോ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്. അതാണ് ഒരു കുറ്റകൃത്യമാകുക. ഇവിടെ അത്തരത്തിൽ ഡിസ്റെസ്പെക്റ്റ് അഥവാ അനാദരവ് എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം നമുക്ക് ഓരോ വ്യക്തികളുടെയും ഭാഷാപ്രയോഗങ്ങളെ സംബന്ധിച്ച് കൂടി ഈ ഘട്ടത്തിൽ പറയാതെ പോകാതെ നിവൃത്തിയില്ല. ഓരോ വ്യക്തികളും തങ്ങളുടെ ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിക്കുക അങ്ങ് പറഞ്ഞത് അത് നേരിട്ട് കേൾക്കാത്ത ആളുകളെ സാക്ഷികളാക്കാൻ കഴിയില്ല, അവരുടെ മൊഴി എടുക്കാൻ കഴിയില്ല എന്നാണ്. അതിന്റെ മറുപടി ആയിട്ടാണ് ശ്രീ ബീൻ ഹസ്കർ ഞാൻ അങ്ങയോട് ചോദിച്ചത്. അത് അങ്ങ് പറഞ്ഞതുപോലെ ഇതൊരു സ്വകാര്യ ചടങ്ങാണല്ലോ, അങ്ങ് പറഞ്ഞത് സ്വകാര്യ ചടങ്ങ് എന്നാണല്ലോ. അപ്പം സ്വാഭാവികമായും നമ്മുടെ കുടുംബത്തൊരാൾ ഭരണഘടനയെ അധിക്ഷേപിച്ചു എന്നൊരു കേസിൽപ്പെട്ട് ജയിലിൽ പോകണമെന്ന് കുടുംബത്തിലുള്ള ആരും തീരുമാനിക്കില്ല, അല്ലെ? അപ്പൊ സ്വാഭാവികമായും എതിരഭിപ്രായം നോക്കൂ, നമ്മുടെ നാട്ടിലെ പോലീസ് സംവിധാനം എല്ലാ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്കും നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും കുടപിടിക്കും, മറ്റേ ഈ കുടച്ചക്രമുള്ള കുടപിടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ കുറ്റങ്ങളാണ് അല്ലെങ്കിൽ കുറവുകളാണ് ഈ ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെയാണ് പോലീസ് സംവിധാനത്തിന് അപ്പുറത്ത് പാർട്ടി അണികളും പാർട്ടി നേതാക്കളും പാർട്ടിയുടെ മന്ത്രിക്കെതിരെ വ്യാഖ്യാനവും മൊഴിയും പറയുമെന്ന് അങ്ങ് പറയുന്നത്, അല്ലേ? ഇതിൽ ഏറ്റവും പരമാവധി ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഇതൊരു സ്വകാര്യ ചടങ്ങാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു വിശദീകരണ യോഗം അല്ലെങ്കിൽ ഒരു പബ്ലിക് യോഗത്തിനപ്പുറം ഇത് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന യോഗത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്മിറ്റിക്കുള്ളിൽ നടക്കുന്ന വിവരങ്ങളിൽ അവിടെ കമ്മിറ്റിയിൽ നടത്തിയിട്ടുള്ള ചർച്ചകൾ നിങ്ങൾക്ക് തികഞ്ഞെടുക്കാം എന്നുള്ളതിനപ്പുറം അതിൻ്റെ വസ്തുതകളെ സംബന്ധിച്ച് അതിൽ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും ആധികാരികതയോട് പറയാൻ കഴിയില്ല. ഇവിടെ സജി ചെറിയാൻ നടത്തിയിട്ടുള്ള പ്രഭാഷണം എന്ന് പറയുന്നത് CPM പ്രവർത്തകർക്ക് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള ഒരു സ്വകാര്യ ചടങ്ങ് മാത്രമാണെന്ന് ഉറച്ച് ഇപ്പോഴും ആ ബോധ്യത്തിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. 1, അതുകൊണ്ടാണ് ഞാൻ ആ സ്വകാര്യ ചടങ്ങ് എന്ന് ഏറ്റവും എടുത്തെടുത്ത് പറയുന്നത്. 2, ഇതിലെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് ഒരിടത്തും
ഭരണഘടനയോടുള്ള ഒരു തരത്തിലുള്ള അനാദരവും ഉപയോഗിക്കുന്നതിനു വേണ്ടി അല്ല. മാത്രമല്ല, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഭാഷാപ്രയോഗങ്ങളെ സംബന്ധിച്ച് ഓരോ വ്യക്തിയും തങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷാപ്രയോഗങ്ങൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സാധാരണ ഗ്രാമീണ ഭാഷയിൽ സംസാരിക്കുന്ന സഖാവ് സജി ചെറിയാൻ, അദ്ദേഹം സാധാരണ ജനങ്ങളും തൊഴിലാളികളോടും സംസാരിക്കുന്ന സഖാവ് സജി ചെറിയാൻ, നിങ്ങൾ ഉത്തമമായ ഭാഷയിൽ അദ്ദേഹം സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ അങ്ങനെ അദ്ദേഹം സംസാരിച്ചതായി നാളിതുവരെ നമ്മുടെ മുന്നിൽ തെളിവുകളൊന്നുമില്ല. അപ്പം അദ്ദേഹം വളരെ സാധാരണക്കാർക്ക് വേണ്ടി, സാധാരണക്കാരോട് സംവദിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഭാഷ സാധാരണക്കാരുടെ ഭാഷയാണ്. അവിടെ ഉപയോഗിക്കട്ടെ. ഭരണഘടനയെ പറ്റി പറയുമ്പോൾ അത് റെസ്പെക്ട്ഫുൾ ആയിരിക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളത് ഭരണഘടനയ്ക്കാണ്, ഭരണഘടനയെ ബഹുമാനിക്കുന്നവർക്കാണ്. അവിടെ അദ്ദേഹത്തിന്റെ ഗ്രാമ്യ ശൈലി തൽക്കാലം അനുവദിച്ചു കൊടുക്കാൻ ഇന്ത്യയിൽ നിയമവ്യവസ്ഥ ഇല്ല എന്നാണ് ഞാൻ എൻ്റെ എളിയ ബുദ്ധിയ മനസ്സിലാക്കുന്നത്. ശ്രീ ബി എൻ ഹസ്കർ, ഞാനെങ്കിലേക്ക് വരാം. ശ്രീ ജിൻഡോ ജോൺ, അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തല അടിച്ചു പൊട്ടിച്ച മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിൽ പെടുന്ന ആളുകൾ, അതിൽ പോലീസ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടൊരു റിപ്പോർട്ട് നൽകിയിരുന്നല്ലോ. വിഷ്വൽസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട നാട് മുഴുവൻ കണ്ട, മാധ്യമങ്ങൾ നിരന്തരം പറഞ്ഞ, ദാ കണ്ടില്ലേ രക്ഷാപ്രവർത്തനമെന്ന് പ്രതിപക്ഷം ചോദിച്ച ആ വിഷ്വൽസ് പോലീസിന് മാത്രം കാണാൻ പറ്റുന്നില്ല. ഇവിടെ വിഷ്വൽസ് ഇല്ല, CCTV വിഷ്വൽസും പെൻഡ്രൈവും അതുമായി അതായത് നേരിട്ട് കേട്ട ആളുകളുടെ മൊഴിയാണല്ലോ എടുത്തത്. നേരിട്ടല്ലാതെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളുടെ ലൈവും അതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ക്ലിപ്പിംഗ്സും ഒക്കെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് മന്ത്രിയെ വ്യാഖ്യാനിച്ചില്ലാണ്ടാക്കിയെന്നാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട അട്ടിമറി ഉണ്ടായിട്ടുണ്ടോ എന്ന ഫോറൻസിക് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ എങ്ങനെയാണ് പോലീസ് ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതും അത് നിയമപരമായി അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നത്? അല്ല ഞാൻ മാധു ചോദിച്ച ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തു നിന്ന് തന്നെ തുടങ്ങാം. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഗൺമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെറുപ്പക്കാരെ തലയടിച്ച് പൊട്ടിച്ചത് കണ്ടില്ലെന്ന് പറഞ്ഞ പോലീസ് റിപ്പോർട്ട് മാത്രമല്ല, അങ്ങനെ തലയടിച്ച് പൊട്ടിക്കുന്നത് രക്ഷാപ്രവർത്തനമെന്നും തലയടിച്ച് പൊട്ടിക്കുന്ന രക്ഷാപ്രവർത്തനം തുടരണമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൂടി കേരളം ഭരിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? നിയമസഭ, കേരളത്തിലെ പൊതുസമൂഹം, ലോകം മുഴുവൻ ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടിച്ചു പൊട്ടിച്ചതിന് ശേഷം ശിവൻകുട്ടിയെ പോലുള്ള ആളുകൾ അടിവസ്ത്ര പ്രദർശനം നടത്തിയ ഒരു സമരം നടത്തിയില്ലേ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത്? എന്നിട്ട് ഇവർ പറഞ്ഞില്ലേ ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന്. അപ്പോൾ ഒരു നാണവും മാനവും ഇല്ലാതെ ഇത് ന്യായീകരിക്കുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ മേയറുടെ കാര്യവും അതുപോലെ PP ദിവ്യയെ പോലുള്ള ആളുകൾ നടത്തിയത് വലിയ പോരാട്ടമാണെന്നൊക്കെ ഇവർ പറഞ്ഞ് ന്യായീകരിച്ചത്. പിടിക്കപ്പെടുന്നവരെങ്കിലും ന്യായീകരിക്കും, പിടിക്കപ്പെട്ടാലും ന്യായീകരിക്കും. അതിന് നല്ല ഭാഷ ഉപയോഗിക്കാൻ അറിയാവുന്ന കുറച്ച് ആളുകളെ ചാനലിൽ ന്യായീകരിക്കാൻ വിടും. ബാക്കിയുള്ള ആളുകൾ ഓണാട്ടുകാര ഭാഷ മറ്റാളുകളെ പാർട്ടി സഖാക്കന്മാരെ പറഞ്ഞു പഠിപ്പിക്കും. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ടാണ് സജി ചെറിയാൻ അന്ന് രാജിവെച്ചത്? അന്ന് രാജിവെച്ചത് ധാർമ്മികതയുടെ പേരിലാണല്ലോ. അന്ന് രാജിവെച്ചിട്ട് തിരിച്ചെടുത്തത് എങ്ങനെയാണ് മന്ത്രിസഭയിലേക്ക്? ഒരു കോടതിയുടെ അന്നത്തെ ഒരു നിർദ്ദേശത്തിനെ തുടർന്ന്, ഒരു നിരീക്ഷണത്തെ തുടർന്ന്, റിപ്പോർട്ടിനെ തുടർന്ന് പോലീസ് വേണ്ടത്ര അതായത് ഇയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് വേണ്ടത്ര പരിശോധന നടത്താതെ മന്ത്രിക്ക് അനുകൂലമായിട്ട്, അന്നത്തെ MLA സജി ചെറിയാൻ അനുകൂലമായിട്ട് ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് തിരിച്ചെടുക്കുന്നത് അദ്ദേഹത്തെ. ഇന്ന് അതാണോ സാഹചര്യം? ഇന്ന് അതിനേക്കാൾ ഹയർ കോർട്ടിൽ നിന്ന് ഒരു വിധി വരുന്നു, സജി ചെറിയാനെതിരെ ഇന്റഗ്രിറ്റി ഉള്ളൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ മുൻപത്തെ റിപ്പോർട്ട് ഇന്റഗ്രിറ്റി ഇല്ലാത്ത ആൾ കൊടുത്താണെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഹസ്കർ പറഞ്ഞത് കണ്ടവരും കേട്ടവരെന്ന്. ഒരാൾ ഓൺലൈനിൽ ലൈവായിട്ട് ഫേസ്ബുക്ക് ലൈവ് ഓൺ ചെയ്തിട്ട് ഒരു കൊലപാതകം നടത്തുകയാണെങ്കിൽ ചുറ്റും നിന്ന് ആരും കാണാനില്ല. പക്ഷെ അത് കണ്ടവരും കേട്ടവരും. ഇന്നത്തെ കാലം ഏതാ? ഓൺലൈനിൽ കാണുന്നവനും കേൾക്കുന്നവനും എന്താ കാതും കണ്ണുമില്ലേ? നിങ്ങൾ ഏത് ലോകത്താ? നിങ്ങളുടെ പാർട്ടി സഖാക്കന്മാർക്ക് നടത്തിയ ക്ലാസ് ആണെങ്കിൽ ലൈവ് കൊടുക്കാൻ പാടില്ല, മാധ്യമങ്ങളുടെ മുമ്പിലല്ല അത് നടത്തേണ്ടത്. ഇനി അതിനപ്പുറത്ത് പറഞ്ഞാൽ CPMന്റെ പ്രവർത്തകർക്ക് സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഓണാട്ടുകാര ഭാഷക്കാരൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഭരണഘടനയിലെ മതേതരത്വവും ജനാധിപത്യവും കുന്തവും കുടച്ചക്രമാണ്, ബ്രിട്ടീഷുകാർ പറഞ്ഞത് കേട്ട് ഈ രാജ്യത്തെ ആളുകളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ് എന്ന് സഖാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് CPMന്റെ മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളും സംഘപരിവാറിന്റെ ശാഖയും തമ്മിൽ എന്താ വ്യത്യാസം? സംഘപരിവാറുകാർ ഈ രാജ്യത്തെ ഭരണഘടന മാറ്റി എഴുതണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെതിരെ ഒന്നിച്ച് പോരാടിയില്ലേ ഇന്ത്യ മുന്നണിയുടെ പേരിൽ? ഈ രാജ്യത്തെ ജനങ്ങളുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രതിരോധ കവചത്തിന്റെ പേരായിരുന്നു ഇന്ത്യൻ ഭരണഘടന. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയുടെ MP-മാർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോയത് ഭരണഘടനയുടെ മിനിയേച്ചർ ഫോമുമായിട്ടല്ലേ? നരേന്ദ്രമോദി ഭരണഘടന കേരളത്തിലെ CPM ഉൾപ്പെടെ രോമാഞ്ചം ഉണ്ടായില്ലേ?
അല്ല മാധു, അവർക്ക് പുറംചട്ടയൊക്കെ മറ്റേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ മതി. ഈ 26-ാം തീയതി ഭരണഘടനാ ദിനമാണ്. ഈ നവംബർ 26-ാം തീയതി കേരളത്തിൽ കോൺഗ്രസിന്റെയും UDF-ന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനം ആചരിക്കും. ഭരണഘടനയെ അസ്ഥിരപ്പെടുത്താൻ നോക്കുന്ന സംഘപരിവാർ ശ്രമങ്ങളെ ഞങ്ങൾ പ്രതിരോധിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തും. നിങ്ങൾ എന്ത് നിലപാടെടുക്കും? നിങ്ങൾ സജി ചെറിയാനെ കൊണ്ട് സംസ്ഥാനത്തെ ഉദ്ഘാടനം നടത്തിക്കോ? ഭരണഘടന കുന്തവും കൊടച്ചക്രവുമാണ് കൊള്ളക്കാർക്ക് വേണ്ടി എഴുതിയുണ്ടാക്കിയതാണെന്ന് നിങ്ങൾ പറയോ? നിങ്ങൾ CPM-ന്റെ നിലപാട് എന്തായിരിക്കും ഈ വിഷയത്തിൽ? ഒരു നാണവും ഉളുപ്പും വേണ്ടേ? പറ്റിപ്പോയത് ഏറ്റു പറഞ്ഞ് മാപ്പ് പറയാനുള്ള ഒരു മര്യാദയെങ്കിലും വേണ്ടേ? അതുപോലും ഇല്ലാതെ വീണ്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കി. ഒരു പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവർ പറയുന്ന പോയിന്റ് എന്താ? ഇന്ന് ഞാൻ ഒരു ചാനലിൽ കണ്ടതാ, സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ള XMP ഒക്കെ ന്യായീകരിക്കുകയാണ്. ഒരാൾ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ എന്തിനാ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന്. ആദ്യം രാജിവെച്ചിട്ട് തിരിച്ചു വന്നത് അദ്ദേഹം കുറുക്ക് വഴിയിലൂടെ തിരിച്ചു വന്നയാള് ധാർമ്മികതയുടെ പേരിൽ ഇന്നും രാജിവെക്കണം. ധാർമ്മികത മഴക്കാര് കാണുമ്പോൾ മാറാനുള്ളതല്ലോ. ധാർമ്മികത സ്വജനപക്ഷപാതത്തിലൂടെ തിരിച്ചു പിടിക്കേണ്ടതല്ലോ. അദ്ദേഹം രാജിവെക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്ന ഭരണഘടനയാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കുന്നത്, അദ്ദേഹത്തിന് സുരക്ഷ കൊടുക്കുന്നത്, അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഭരണഘടനാ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ധാർമ്മികത ഉണ്ടാവണം എന്നുള്ളതാണ്. അതില്ലെങ്കിൽ പ്രശ്നമില്ല, ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണമെന്ന് ആരും പറയുകയുമില്ല. അവിടേക്ക് MR അഭിലാഷ്, നേരത്തെ ഒരു സാങ്കേതിക പ്രശ്നമായിരുന്നു, എനിക്ക് അങ്ങോട്ട് ചോദിച്ചത് അങ്ങേക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, അതിൽ ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലേ? നോക്കൂ, ഈ അദ്ദേഹത്തിന്റെ ഭാഗം കേട്ടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് അങ്ങ് സംസാരിക്കുകയുണ്ടായി. ഇപ്പോ മുൻകാല വിധികൾ കണക്കിലെടുത്ത് അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ നിയമവുമായി ബന്ധപ്പെട്ട അഭിപ്രായം നിയമവിദഗ്ധരിൽ നിന്ന് സ്വീകരിച്ച് ഒക്കെ മറുപടി പറയേണ്ട ആളാണ് നിയമമന്ത്രി. അദ്ദേഹം പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി കേഡറ്റുകളോ അല്ലെങ്കിൽ പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺ ഒക്കെ പറയുന്നത് പോലെ ഇത് വിശദീകരിക്കേണ്ട ഒരാളാണോ? ഈ പറയുന്ന നിയമപരമായ വശം പരിഗണിച്ച് പറയാനല്ല എങ്കിൽ സാധാരണ വക്താക്കൾ പോരെ? തീർച്ചയായിട്ടും ഇതൊരു ഒരു രാഷ്ട്രീയ ഒരു കാരണത്തെ അല്ലെ ഒരു വിഷയത്തെ ന്യായീകരിക്കുന്ന ലാഘവത്തോടു കൂടി നിയമമന്ത്രി അത്തരമൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അത് വളരെ ആധികാരികമായി സുപ്രീം കോടതി വിധികളുടെ ചുവട് പിടിച്ചു എന്ന രീതിയിൽ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിക്കൂടാത്തൊരു വലിയ തെറ്റാണ്. ഞാൻ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ 1999 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭഗവാൻ സമർത്ഥ ശ്രീപാദ കേസിൽ ജസ്റ്റിസ് KT തോമസിനാൽ വിരചിതമായിട്ടുള്ള ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. മാജിസ്ട്രേറ്റ് 173(8) CRPC വകുപ്പ് പ്രകാരം അന്വേഷണം തുടരുവാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുമ്പോൾ കുറ്റാരോപിതനെ കേൾക്കേണ്ടതായിട്ടില്ല. അങ്ങനെ കേൾക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ കുറ്റാരോപിതരാകാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള എല്ലാ ആൾക്കാരെയും കേട്ടുകൊണ്ട് മാത്രം അന്വേഷണം മുമ്പോട്ട് പോകട്ടെ എന്ന് നിർദ്ദേശിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ഒരു സൂചനയും 173(8) എന്ന സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കേൾക്കേണ്ട ആവശ്യമില്ല. മാജിസ്ട്രേറ്റിന് അങ്ങനെ ഒരു ഭാരം അദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്തേണ്ട കാര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അസന്നിഗ്ധമായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 173(8) പ്രകാരം തുടരന്വേഷണം നടത്തുവാൻ വേണ്ടി കൊടുത്ത ഹർജി തള്ളിയത് മുന്നേ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ജുഡീഷ്യൽ റിവ്യൂ സീക്ക് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ യുവ അഭിഭാഷകൻ സമീപിക്കുകയുണ്ടായത്. അങ്ങനെയാണ് ഇതിൻ്റെ കേസിൻ്റെ അടിസ്ഥാനമെന്നിരിക്കെ 173(8) പ്രകാരം മാജിസ്ട്രേറ്റ് കേൾക്കേണ്ടതായിട്ടില്ലെങ്കിൽ ഹൈക്കോടതി ഒരു തരത്തിലും ജുഡീഷ്യൽ റിവ്യൂ അധികാരം ഉപയോഗിച്ച് ഇത് പരിശോധിക്കുന്ന അവസരത്തിൽ കേൾക്കേണ്ടതായിട്ടില്ല. ഇനി അവരുടെ ആ ഒരു വാദത്തിൻ്റെ ഭാഗം എടുത്താൽ പോലും മന്ത്രിസഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോടതിയുടെ മുൻപിൽ കാര്യങ്ങൾ പറയുവാൻ വേണ്ടി സർക്കാർ അഭിഭാഷകരുണ്ടായിരുന്നു. ആ മന്ത്രിസഭയുടെ അലംഘനീയമായ ഭാഗമാണ്, അല്ലെങ്കിൽ ആർക്കും ഒഴിവാക്കാൻ കഴിയാത്ത ഭാഗമാണ് ശ്രീമാൻ സജി ചെറിയാൻ. കോടതിയിൽ പ്രൊസീഡിങ്സ് ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് കണ്ണടച്ച് ഇരിക്കുന്ന പൂച്ചയെപ്പോലെ പാല് കുടിക്കുന്നത് പോലെ ഒരുപക്ഷെ അദ്ദേഹം മിണ്ടാതെ അന്നേരം ഇരുന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എന്നെ കേട്ടില്ല എന്ന് പറയുമ്പോൾ നിയമബോധമുള്ള ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന തരത്തിലൊരു ബാലിശമായിട്ടുള്ള ഒരു ഡിഫൻസായിട്ടാണ് തോന്നുന്നത്. നിയമത്തിനകത്ത് അങ്ങനെ ഒരു അനിവാര്യതയില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ 141 വകുപ്പ് പ്രകാരം എല്ലാ കോടതികളെയും ബന്ധിതമാക്കുന്ന, അവരെ നിയന്ത്രിക്കുന്ന, അവരുടെ അധികാര വിനിയോഗത്തിന് ചട്ടക്കൂടാകുന്ന നിയമമാണ് എന്നിരിക്കെ ഈ 99 വിധി പ്രകാരം അങ്ങനെ കേൾക്കേണ്ടതായിട്ടില്ല. ഇനിയെങ്കിലും നിയമമന്ത്രി അത്തരം ബാലിശമായിട്ടുള്ള പരിശോധനയില്ലാത്ത ഒരു വാദമുഖം ഉയർത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ശ്രീ ഹസ്കർ ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി,
അങ്ങ് പൂർത്തീകരിക്കും. ഒരു നിയമവിഷയമാണ്, പറയാമോ? തീർച്ചയായും ശ്രീ എം ആർ അഭിലാഷ് പൂർത്തീകരിക്കും. ശ്രീ ഹസ്കർ, എൻ്റെ പ്രിയ സുഹൃത്ത് ഇവിടെ പറയുകയുണ്ടായി ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഈ സെക്ഷൻ 2 ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണർ ആക്ടിൽ പറയുന്നത് whosoever in any public place or in any other place within the public view, അതായത് പൊതുജനത്തിന്, പബ്ലിക് പ്ലേസ് മാത്രമല്ല, പൊതുജനത്തിന് കാണാൻ കഴിയുന്ന ഏതൊരു സ്ഥലത്തും ഭരണഘടനയെ അവമതിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ, അപ്പം പൊതുജനത്തിന് കാണാൻ കഴിയുന്ന ഏതൊരു സ്ഥലമെന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ രീതിയിലൊരു പാർട്ടി മീറ്റിംഗ് ആണ്, അത് പൊതുജനത്തിന് കാണാൻ കഴിയില്ല. അവിടെ കൂടിയിരുന്ന മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കി നിർത്തിയാൽ ഈ രാഷ്ട്രീയ സംഘടനകളുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വകാര്യ ചടങ്ങായിട്ട് ഇത്തരത്തിലൊരു സ്റ്റേജിൽ നടത്തിയ ഒരു പ്രസംഗത്തിനെ പരിമിതപ്പെടുത്താൻ കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും വാദമുഖത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശയം നാം സ്വീകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ നിയമത്തിനെ വ്യാഖ്യാനം ചെയ്യുന്നതിന് ഉദ്ദേശാധിഷ്ഠിത വ്യാഖ്യാനം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഡോക്ട്രിൻ ഓഫ് പേർപ്പസീവ് കൺസ്ട്രക്ഷൻ. ഒരു നിയമത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ ആ ഉദ്ദേശത്തിൻ്റെ ലക്ഷ്യം സഫലീകരിക്കുന്ന രീതിയിൽ വേണം ആ നിയമത്തിനെ വ്യാഖ്യാനം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാദമുഖം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു മുറിയിൽ അടച്ചിരുന്നിട്ട് ഈ ഭരണഘടന കത്തിക്കുകയാണെന്ന് കരുതിക്കോളൂ. ഒരു പക്ഷേ ഞാനവിടെ എൻ്റെ ഫേസ്ബുക്ക് ലൈവ് ഓൺ ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കാം. ഞാനിവിടെ എല്ലാ തരത്തിലും അടച്ച് കെട്ടിയിരുന്നതിന് ശേഷം ഭരണഘടന കത്തിക്കുന്നു, രാജ്യത്തിനെ വെല്ലുവിളിക്കുന്നു, കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വെല്ലുവിളിക്കുന്നു. ഒരു ഉദാഹരണം. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ലേ? കേസെടുക്കാൻ കഴിയും. കാരണം ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഉദ്ദേശത്തെ പരാജയപ്പെടുത്തുന്നതാകാൻ പാടില്ല. ഡോക്ട്രിൻ ഓഫ് പേർപ്പസീവ് കൺസ്ട്രക്ഷൻ. അപ്പോൾ ഈ ചടങ്ങുകളിൽ അദ്ദേഹം പ്രയോഗിച്ച വാക്കുകൾ ജനങ്ങൾ കേൾക്കാൻ ഇടയാകുന്ന ഒരു സാഹചര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടുണ്ട് എങ്കിൽ ആ ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന കാരണം കൊണ്ട് തന്നെ അതൊരു സ്വകാര്യ ചടങ്ങായി അല്ലെങ്കിൽ തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാദം മുഖവിലേക്ക് എടുക്കുകയാണെങ്കിൽ അതൊന്നും തന്നെ ഇവിടെ കമ്മിറ്റ് ചെയ്യപ്പെട്ട ഒഫൻസിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ നമുക്ക് മറയാക്കാൻ കഴിയുന്ന വ്യാഖ്യാനമല്ല. നിയമം തന്നെ പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് അത് ഇവിടെ നിലനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇടവേള അനിവാര്യമാണ്. ഇതിന് ഏറ്റവും പ്രാഥമികമായ കാര്യമെന്ന് പറയുന്നത് കോടതി പറയട്ടെ, അല്ലെങ്കിൽ കോടതി തീരുമാനമെടുത്തതിന് ശേഷം, അന്തിമ വിധി വന്നതിന് ശേഷം എന്നുള്ളതിനപ്പുറത്ത് ആവർത്തിച്ച വരികളൊന്ന് കേട്ടാൽ മതി. അതിൽ ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന തിരിച്ചറിവ് പാർട്ടിക്ക് ഒരു ഘട്ടത്തിൽ ഉണ്ടായത് ഇപ്പോഴത്തേക്കില്ല എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് 2 നിലപാടായിരുന്നോ എന്നൊരു ചോദ്യം മാത്രമേ അവിടെ മുന്നോട്ട് വെച്ച് പോകാൻ കഴിയുകയുള്ളൂ. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിലേക്ക്. ഈ ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തത് ഒരു ഇന്ത്യക്കാരൻ എഴുതി വെച്ചു എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു പരാമർശത്തിന്റെ ഒന്ന്. ഈ ഉത്തരവിന്റെ തുടക്കത്തിൽ അംബേദ്കറുടെ തന്നെ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വിധി എഴുതുന്നത്. അതിനപ്പുറം കോടതി എത്ര ശക്തമായ ഭാഷയിലാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. വ്യക്തിയായി പ്രതികരിക്കാറില്ല നിയമം എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. എന്നിരുന്നാലും അത് കൃത്യമായ സന്ദേശമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാവുന്നതുമാണ്. ശ്രീ കെ സോമൻ, നോക്കൂ, ഈ വിധിയുടെ ഏറ്റവും അവസാനം ഇന്റഗ്രിറ്റിയുള്ള ഒരു പോലീസ് ഓഫീസറെ ഏൽപ്പിക്കാനാണ് പറയുന്നത്. ഈ അന്വേഷണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടതുണ്ട്. DGP മേൽനോട്ടം വഹിക്കണം. എം ആർ അഭിലാഷ് നേരത്തെ പറഞ്ഞു, ഇതേ സർക്കാരിന് കീഴിൽ, ഇതേ ആഭ്യന്തര വകുപ്പിന് കീഴിൽ, ഇതേ പോലീസിന് കീഴിൽ, ഇതേ മന്ത്രിസ്ഥാനത്ത് ഇരിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനത്ത് ഇല്ലായക പോലും ഇല്ല, ഇരിക്കുമ്പോൾ ഒരു അന്വേഷണം ഇന്റഗ്രിറ്റിയോടെ നടപ്പിലാകും അല്ലെ? അതും ഒരിക്കലും നടപ്പാകുമെന്ന് ഒരിക്കലും വിശ്വാസ്യതയുള്ള സുതാര്യമായ ഒരു അന്വേഷണം ഈ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് സജി ചെറിയാനെ കേരളത്തിൻ്റെ മന്ത്രിയായി ഇരുത്തിക്കൊണ്ട് വിശ്വാസയോഗ്യമായ സുതാര്യമായ ഒരന്വേഷണം ഉണ്ടാകുമെന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം വിശ്വസിക്കുന്നതേയില്ല. ഒന്ന്. പിന്നെ ഇവർക്ക് പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളുണ്ട്, പാർട്ടി കോടതിയുണ്ട്, ധാർമ്മികത നിശ്ചയിക്കുന്ന യന്ത്രം, ധാർമ്മികതയുടെ അളവുകോൽ അവരുടെ കൈവശമുണ്ട്. ആ നിലയിലൊരു അന്വേഷണത്തിൻ്റെയും തട്ടിക്കൂട്ട് റിപ്പോർട്ടിൻ്റെയും പിൻബലത്തിൽ ആദ്യം മന്ത്രിയായതുപോലെ രണ്ടാമതും മന്ത്രിയാവാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇവിടെ പരിഹാസ്യമായി മാറുന്നത്. ധാർമ്മികത അല്പമെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, CPM-ന് ഇന്ത്യൻ ഭരണഘടനയിൽ തെല്ലെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഈ മന്ത്രിയെ രാജിവെപ്പിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് വിശ്വാസയോഗ്യമായ ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സർക്കാർ ഏർപ്പെടുത്തണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതിനുള്ള ധൈര്യം കാണിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്.
അല്ലാതെ CPM-ന്റെ ധാർമ്മികതയുടെ അളവുകോലിൽ ഈ വിഷയത്തെ അളന്നു തിട്ടപ്പെടുത്തി ഗ്രാമ്യഭാഷയുടെ മഹത്വത്തിൻ്റെ മറവിൽ ഈ മന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമം ഹീനമാണ്, പരിഹാസ്യമാണ്, സാംസ്കാരിക കേരളത്തിന് അപമാനമാണ്. സാംസ്കാരിക മന്ത്രി ഗ്രാമ്യഭാഷയുടെ ഒരു പുതിയ ആഖ്യാനം ചമയ്ക്കുകയാണ്. കുന്തവും കൊടച്ചക്രവും നിറഞ്ഞ ഭരണഘടന, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണഘടന, ആ ബ്രിട്ടീഷുകാരൻ പറഞ്ഞുകൊടുത്ത് ഇന്ത്യക്കാരൻ എഴുതിയ ഭരണഘടന, ഇതെല്ലാം തന്നെ ഭരണഘടനയോടുള്ള സവിശേഷമായ ആദരവാണ് എന്ന പുതിയ ഭാഷ്യം കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രി ചമയ്ക്കുന്നത് ഭരണഘടനയെ അപമാനിച്ചുകൊണ്ടാണ്, സാക്ഷര കേരളത്തെയും സാംസ്കാരിക കേരളത്തെയും അപമാനിച്ചുകൊണ്ടാണ്. ഈ സർക്കാരിൽ നിന്ന് ഈ മന്ത്രി അധികാരത്തിൽ തുടരുമ്പോൾ 2014 മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഭരണഘടനയെ പ്രതിരോധിക്കുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് തങ്ങളുടേതെന്ന് ആവർത്തിച്ച് എല്ലാ വേദികളിലും വ്യക്തമാക്കുകയാണ് CPM. അത്തരത്തിൽ ഇനി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സമരം ചെയ്യേണ്ട വേദികളിലെല്ലാം നിശ്ചയമായും എടുത്തുവെക്കുകയും മറ്റുള്ളവർക്ക് കാണിക്കാൻ, അവരെയൊക്കെ ബോധവൽക്കരിക്കാൻ, അവരെയൊക്കെ ഉദ്ധരിക്കാൻ കൃത്യമായും പ്ലേ ചെയ്യേണ്ടതുമായ ഒരു വാചക ശകലമായി സജി ചെറിയാന്റെ പ്രസ്താവനയെ ഉപയോഗിക്കാവുന്നതാണ്. അത് അത്തരത്തിൽ സദുദ്ദേശപരമായിരുന്നുവെങ്കിൽ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.